സോ ഗൈസ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ള വർക്ക് എന്ന് പറയുന്നത് ഈ ഫോർഡ് ഐക്കണിൻ്റെ 2 ഹെഡ്ലൈറ്റുകളാണ്. ഈ ഹെഡ്ലൈറ്റിനകത്ത് കുറച്ച് വെള്ളം കയറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കസ്റ്റം പെയിൻറ്റ് വർക്കും ചെയ്യാനുണ്ട്. ഇത് പഴയ പ്ലാസ്റ്റിക്കാണ്. അതോടൊപ്പം തന്നെ സീലുകളും വളരെ പഴയതായതുകൊണ്ടാണ് വെള്ളം കയറുന്നത്. ഏകദേശം നല്ല പഴക്കമുണ്ട്. എത്രത്തോളം പഴക്കമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ സുഹൃത്ത് ഇത് ഇളക്കിക്കൊണ്ട് വന്നതാണ്, വണ്ടി കൊണ്ടുവന്നിട്ടില്ല. പഴയതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കവർ വരുന്നത് പ്യുവർ ഗ്ലാസ് ആണ്. നമ്മുടെ പുതിയ വണ്ടികളിലെല്ലാം അത് അക്രിലിക് ഷീറ്റിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ലോട്ടുകളിലുള്ള എല്ലാ പശകളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളവും മണ്ണും ഒക്കെ കയറിയിട്ട് ആ പിടുത്തം നല്ല രീതിക്ക് ലൂസായി നമുക്കിപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ഇത് ഒട്ടിക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് മാത്രമാണ് ഒട്ടിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സീൽ നിൽക്കില്ല. രണ്ടാമത്തെ ഹെഡ്ലൈറ്റിൽ നമുക്ക് താരതമ്യേന ബെറ്റർ കണ്ടീഷനിലാണ് കിട്ടിയത്. അകത്ത് വെള്ളം അധികം കയറുന്നില്ല. എനിവേസ് നമ്മളിതെല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കും. പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റില്ല. എത്രയൊക്കെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് കസ്റ്റമൈസേഷനെ പറ്റി ചിന്തിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും മൈൻഡിൽ ഇട്ടേക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് എങ്ങനെയൊക്കെ റീസീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി സീലിങ്ങിൻ്റെ അത്രയും വരാനുള്ള സാധ്യത ഏറെ കുറവാണ്. ബട്ട് എനിവേസ് വി കുഡ് ഓൾവേസ് ട്രൈ അവർ ബെസ്റ്റ്. അങ്ങനെ എന്തായാലും നമ്മളിതെല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട പോർഷൻസ് എല്ലാം നമ്മൾ ആദ്യമേ 320 പേപ്പറിന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ പ്ലാസ്റ്റിക് ഫൈബർ കൊടുത്തിട്ടാണ് പെയിൻറ്റ് കൊടുക്കുന്നത്. ഈ കാണുന്ന ക്രോം പോർഷൻസ് എല്ലാം പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അതിനെ വാട്ടർ ക്രോമിങ്ങോ ഹൈഡ്രോ ക്രോമിങ്ങോ ഏതെങ്കിലും പ്രോസസ്സിലൂടെ ആയിരിക്കും അതിനെ ക്രോമാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പെയിൻറ്റ് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പ്ലാസ്റ്റിക് പ്രൈമർ കൊടുത്തേ മതിയാവും. എന്നിട്ടാണ് നമ്മൾ ബ്ലാക്ക് ബേസ് കൊടുക്കുന്നത്, പിന്നെ മാറ്റ് ക്ലിയർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഗ്ലോസി ക്ലിയറിനേക്കാൾ കൂടുതൽ ഒരു ക്ലാസി ഫീൽ കിട്ടുന്നത് മാറ്റ് ക്ലിയറിനായതുകൊണ്ടാണ് നമ്മളിതിൽ മാറ്റ് ക്ലിയർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പെയിൻറ്റ് അടിച്ച് എടുത്തതിന് ശേഷം ഹെഡ്ലൈറ്റുകൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഹെഡ്ലൈറ്റ് വർക്കുകൾ തന്നെയാണ് കൂടുതൽ വരാറുള്ളത്. അപ്പോൾ നമുക്ക് 2017 സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു ബേസിക് റീസ്റ്റോറേഷൻ വന്ന് അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ആണ് ഇതിൻ്റെ ഇടയിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതുന്നത്. എനിവേസ് ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പറഞ്ഞു വിട്ടതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന പീസുകളെല്ലാം അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞ് പശ റീഅപ്ലൈ ചെയ്തിട്ട് ഹെഡ്ലൈറ്റ് കവർ നമ്മൾ വയ്ക്കുന്നുണ്ട്. കവർ വെച്ചിട്ട് നമ്മൾ ഒരു ദിവസത്തോളം ഇതിനെ ക്ലാമ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് സിലിക്കോൺ അപ്ലൈ ചെയ്യുന്നത്. ശേഷം ഹെഡ്ലൈറ്റിൻ്റെ അകത്തേക്ക് വെള്ളം കയറുന്നു എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ടെസ്റ്റിങ്ങുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.